ശാന്തി 24/4/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ ദേഹബോധം മറന്ന് സ്വയം അശരീരി ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. എല്ലാത്തിൽ നിന്നും മമത്വം മാറ്റൂ. ചോദ്യം: സംഗമയുഗത്തിൽ കുട്ടികളായ നിങ്ങൾ ബാബയിൽ നിന്നും ഏതൊരു വിവേകമാണ് പഠിക്കുന്നത്? ഉത്തരം: തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനം എങ്ങനെയാകാം, തൻ്റെ ഭാഗ്യം എങ്ങനെ ഉയർന്നതാക്കാം. ഈ വിവേകം ഇപ്പോൾ തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നത്. ആര് എത്ര തന്നെ യോഗയുക്തവും ജ്ഞാനയുക്തവും ആയിട്ടുണ്ടോ അവരുടെ ഉന്നതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഉന്നതി ഉണ്ടാക്കുന്ന കുട്ടികൾ ഒരിക്കലും മറഞ്ഞിരിക്കില്ല. ഏത് കുട്ടി തൻ്റെ ഉയർന്ന ഭാഗ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ബാബ ഓരോ കുട്ടിയുടെയും പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കുന്നു. ഗീതം: മരിക്കേണ്ടത് നിന്റെ വീഥിയിൽ. ഓം ശാന്തി. എല്ലാ കുട്ടികളും ഈ ഗീതം കേട്ടു. കുട്ടികൾ എന്ന് പറയുമ്പോൾ സർവ സെൻറ്റേഴ്സിലെയും കുട്ടികൾ അറിയുന്നുണ്ട്. ബ്രാഹ്മണരായ നമുക്ക് വേണ്ടിയാണ് ബാബ ഇത് പറയുന്നത്. കുട്ടികളെ, ഈ ഗീതം കേട്ടോ. ജീവിച്ചിരിക്കെ കഴുത്തിലെ മാലയാകുന്നതിനു വേണ്ടി, അതായത് മൂലവതനത്തിൽ പോയി ബാബയുടെ വീട്ടിൽ വസിക്കുന്നതിന് വേണ്ടി എന്നത്. അത് ശിവബാബയുടെ വീടാണല്ലോ. അതിൽ എല്ലാ സാലിഗ്രാമവും വസിക്കുന്നു. കുട്ടികൾ, ബ്രാഹ്മണ കുലഭൂഷണർ, സ്വദർശന ചക്രധാരികൾ അറിയുന്നുണ്ട്. തീർച്ചയായും അതേ ബാബ വന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അശരീരിയാകണം എന്ന് പറയുന്നു. അതായത് ദേഹത്തിൻ്റെ ബോധത്തെ മറക്കണം. ഈ പഴയ ലോകം ഇല്ലാതാകും. ഈ ശരീരമാണെങ്കിൽ ഉപേക്ഷിക്കണം. അതായത് സർവ്വതും ഉപേക്ഷിക്കണം. കാരണം ഈ ലോകം തന്നെ ഇല്ലാതാകേണ്ടതുണ്ട്. അതിനാൽ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ സന്തോഷമുണ്ട്. കാരണം പകുതി കൽപ്പമായി വീട്ടിലേക്ക് പോകുന്നതിനായി വളരെയധികം തിക്കും തിരക്കും കൊണ്ടു. പക്ഷേ വഴി ലഭിച്ചില്ല. കൂടുതൽ ഭക്തി മാർഗത്തിലെ പുറമോടികൾ കണ്ട് മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നു. ഇതാണ് ഭക്തി മാർഗത്തിലെ ചതുപ്പ്. അതിൽ മനുഷ്യർ കഴുത്തറ്റം വരെയും കുടുങ്ങിപ്പോയി. ഇപ്പോൾ കുട്ടികൾ പറയുന്നു, ബാബ, നമ്മൾ പഴയ ലോകത്തെയും പഴയ ശരീരത്തെയും മറക്കുന്നു. ഇപ്പോൾ അങ്ങയുടെ കൂടെ അശരീരിയായി വീട്ടിലേക്ക് പോകും. പരംപിത പരമാത്മാവ് പരംധാമത്തിൽ നിന്നും വന്നിരിക്കുന്നു നമ്മളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി എന്നത് എല്ലാവരുടെയും ബുദ്ധിയിലുണ്ട്. നിങ്ങൾ പവിത്രമായി എന്നെ ഓർമ്മിക്കൂ എന്ന് കേവലം പറയുന്നു. ജീവിച്ചിരിക്കെ മരിക്കണം. നിങ്ങൾക്കറിയാം, അവിടെ വീട്ടിൽ ആത്മാക്കൾ വസിക്കുന്നു. ആത്മാവ് ഒരു ബിന്ദുവാണ്. നിരാകാരി ലോകത്തിൽ സർവ്വ ആത്മാക്കളും മടങ്ങിപ്പോകും. എത്ര മനുഷ്യരുണ്ടോ അത്രയും ആത്മാക്കൾ അവിടെ ഉണ്ടാകും. ആത്മാക്കൾ ആ മഹത്തത്വത്തിൻ്റെ എത്ര സ്ഥലമായിരിക്കും എടുക്കുന്നത്? ശരീരമാണെങ്കിൽ ഇത്രയും വലുതാണ്. എത്ര സ്പേസ് ആണ് എടുക്കുന്നത്? ബാക്കി ആത്മാവിന് എത്ര സ്ഥലം വേണം? നമ്മൾ ആത്മാക്കൾ എത്ര കുറച്ച് സ്ഥലമായിരിക്കും എടുക്കുക? വളരെ കുറച്ച്. കുട്ടികൾക്ക് ഈ എല്ലാ കാര്യങ്ങളും ബാബയിലൂടെ കേൾക്കാനുള്ള സൗഭാഗ്യം ഇപ്പോൾ ലഭിക്കുകയാണ്. ബാബ തന്നെയാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ശരീരമില്ലാതെ നഗ്നമായി വന്നിരുന്നു. പിന്നെ ശരീരം ധാരണ ചെയ്ത് പാർട്ട് അഭിനയിച്ചു. ഇപ്പോൾ വീണ്ടും ജീവിച്ചിരിക്കെ മരിക്കണം. സർവ്വതും മറക്കണം. ബാബ വന്ന് മരിക്കുവാൻ പഠിപ്പിക്കുന്നു. തൻ്റെ അച്ഛനെ, തൻ്റെ വീടിനെ ഓർമ്മിക്കൂ എന്ന് പറയുന്നു. നല്ലവണ്ണം പുരുഷാർത്ഥം ചെയ്യൂ. യോഗത്തിലിരിക്കുന്നതിലൂടെ പാപങ്ങൾ നശിക്കും. പിന്നെ ആത്മാവ് തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറും. അതിനാൽ ബാബ നിർദ്ദേശം നൽകുന്നു. കഴിഞ്ഞ കൽപ്പത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദേഹത്തിൻ്റെ സർവബന്ധങ്ങളും ഉപേക്ഷിച്ച് എന്നെ മാത്രം ഓർമ്മിക്കൂ. എല്ലാവരുടെയും ഒരേ ഒരു അച്ഛൻ അതാണല്ലോ. നിങ്ങൾ പ്രജാപിത ബ്രഹ്മാവിൻ്റെ മുഖവംശാവിലെ കുട്ടികളാണ്.
നിങ്ങൾ ജ്ഞാനം നേടിക്കൊണ്ടിരിക്കുന്നു. ശിവന്റെ കുട്ടികൾ തന്നെയാണ്. നമ്മൾ ഭഗവാന്റെ കുട്ടികളാണ് എന്ന നിശ്ചയം എല്ലാവർക്കുമുണ്ട്. എന്നാൽ ആ ഒന്നിൻ്റെ നാമം, രൂപം, ദേശം, കാലം ഇവ മറക്കുന്നത് കാരണം ഭഗവാനോട് ആർക്കും ഇത്രയും സ്നേഹം ഉണ്ടായിരിക്കുന്നില്ല. ആരെയും കുറ്റക്കാരാക്കുന്നില്ല. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ ആത്മാക്കൾ എത്ര ചെറിയ ബിന്ദുവാണ്. അതിൽ 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. എത്ര വണ്ടറാണ്. ആത്മാവ് എങ്ങനെയാണ് ശരീരമെടുത്ത് പാർട്ട് അഭിനയിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് പരിധിയില്ലാത്ത പാർട്ടിനെ കുറിച്ച് മനസ്സിലായി. ഈ ജ്ഞാനം മറ്റാർക്കുമില്ല. നിങ്ങളും ദേഹാഭിമാനിയായിരുന്നു. ഇപ്പോൾ എത്ര പരിവർത്തനപ്പെട്ടിരിക്കുന്നു. അതും ഓരോരുത്തരുടെയും ഭാഗ്യമനുസരിച്ചാണ്. കഴിഞ്ഞ കൽപ്പത്തിലുള്ള ഭാഗ്യത്തിൻ്റെ സാക്ഷാത്കാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിൽ എത്ര അനേകം മനുഷ്യരുണ്ട്. ഓരോരുത്തരുടേതും അവരവരുടേതായ ഭാഗ്യമാണ്. ആര് എങ്ങനെയുള്ള കർമ്മം ചെയ്തുവോ അതനുസരിച്ച് ദുഃഖിതരും സുഖമുള്ളവരും ധനികരും ദരിദ്രരും ആകുന്നത് ആത്മാവാണ്. ആത്മാവ് എങ്ങനെയാണ് സുഖത്തിൽ വരുന്നത്, പിന്നെ ദുഃഖത്തിൽ വരുന്നത്? ഇത് ബാബയിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാകാനുള്ള വിവേകം ബാബ തന്നെയാണ് പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ ആരെത്ര വിവേകം നേടിയോ അത്രയും തന്നെ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് ഓരോരുത്തരുടെയും ഭാഗ്യത്തെ മനസ്സിലാകും. പിന്നെ പറയും, കൽപ്പകൽപ്പങ്ങളായി ഇങ്ങനെ തന്നെയായിരിക്കും ഓരോരുത്തരുടെയും ഭാഗ്യം. ആരാണോ നല്ല യോഗയുക്തവും ജ്ഞാനയുക്തവുമായത് അവർ സർവീസും ചെയ്തുകൊണ്ടിരിക്കും. പഠനത്തിൽ സദാ ഉന്നതി ഉണ്ടായിക്കൊണ്ടിരിക്കും. ചില കുട്ടികൾ വേഗത്തിൽ ഉന്നതി നേടുന്നു, ചിലർ വളരെയധികം തലപുണ്ണാക്കുന്നു. ഇവിടെയും ഇങ്ങനെയാണ്. കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ ആരെല്ലാമാണോ ഉന്നതി ചെയ്യുന്നത് അവർ മറഞ്ഞിരിക്കുകയില്ല. ബാബ അറിയുന്നുണ്ടല്ലോ. എല്ലാവരുടെയും കണക്ഷൻ ശിവബാബയുമായാണ്. ഇദ്ദേഹവും, അതായത് ബ്രഹ്മാവും കുട്ടികളുടെ പ്രവൃത്തി കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒന്നും കാണുന്നുണ്ട്. ഇദ്ദേഹത്തിൽ നിന്നും ഒളിപ്പിച്ചേക്കാം, പക്ഷേ ശിവബാബയിൽ നിന്നും ഒളിപ്പിക്കുവാൻ സാധിക്കില്ല. ഭക്തി മാർഗത്തിൽ പോലും പരമാത്മാവിൽ നിന്നും ഒളിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ ജ്ഞാനമാർഗത്തിൽ എങ്ങനെ ഒളിപ്പിക്കാൻ സാധിക്കും? ബാബ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. പഠനം വളരെ സഹജമാണ്. കർമ്മവും ചെയ്യണം. കഴിയേണ്ടതും ബന്ധുമിത്രാദികളുടെ അടുക്കൽ പഴയ ലോകത്തിലാണ്. അവിടെ ഇരുന്നു കൊണ്ട് പ്രയത്നിക്കണം. ഇവിടെ ഇരുന്നു കൊണ്ട് പുരുഷാർത്ഥം ചെയ്യുന്നവരെക്കാൾ അവിടെ വീട്ടിലിരുന്ന് പുരുഷാർത്ഥം ചെയ്യുന്നവർക്ക് തീവ്രമായി പോകുവാൻ സാധിക്കും. അഥവാ അങ്ങനെയുള്ള താല്പര്യമുണ്ടെങ്കിൽ ശാസ്ത്രങ്ങളിൽ അർജുനന്റെയും കാട്ടുജാതിക്കാരൻ്റെയും ഉദാഹരണമുണ്ടല്ലോ. കാട്ടുജാതിക്കാരൻ പുറത്ത് കഴിയുന്ന ആളായിരുന്നു. എന്നാൽ അഭ്യാസം കൊണ്ട് അയാൾ അർജുനനേക്കാൾ അമ്പെയ്യുന്നതിൽ സമർത്ഥനായി. അപ്പോൾ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ടും കമലപുഷ്പ സമാനമായിരിക്കണം. ഈ ഉദാഹരണവും നിങ്ങൾ കാണുന്നു. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ട് വളരെ നല്ല സർവീസ് ചെയ്യാൻ സാധിക്കും. അവർ കൂടുതൽ അഭിവൃദ്ധി നേടിക്കൊണ്ടിരിക്കും. ഇവിടെ കഴിയുന്നവരെയും മായ വെറുതെ വിടുന്നില്ല. ബാബയുടെ അടുക്കൽ വരുന്നത് കൊണ്ട് മുക്തമാകുന്നു എന്നല്ല. അങ്ങനെയല്ല. ഓരോരുത്തരുടേതും അവരവരുടേതായ പുരുഷാർത്ഥമാണ്. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കുന്നവർക്ക് ഇവിടെ കഴിയുന്നവരെക്കാൾ നല്ല പുരുഷാർത്ഥം ചെയ്യാൻ സാധിക്കും. വളരെ നല്ല ധൈര്യം കാണിക്കുവാൻ സാധിക്കും. ആരാണോ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ടും കമലപുഷ്പ സമാനമായി കാണിക്കുന്നത് അവരെ തന്നെയാണ് മഹാവീരൻ എന്ന് പറയുന്നത്. ബാബ താങ്കളാണെങ്കിൽ ഉപേക്ഷിച്ചുവല്ലോ എന്ന് പറയും. ബാബ പറയുന്നു, ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല, എന്നെയാണ് ഉപേക്ഷിച്ചു പോയിരിക്കുന്നത്. ബാബ ആരെയും ഉപേക്ഷിച്ചു വന്നില്ല. വീട്ടിൽ വീണ്ടും കുട്ടികൾ വന്നു. ബാക്കി കന്യകമാർക്ക് വേണ്ടി ബാബ പറയുന്നു, നിങ്ങൾ ഈ ഈശ്വരീയ സർവീസ് ചെയ്യൂ. ഇതും ബാബയാണ്, അതും ബാബയാണ്.
കുമാരന്മാരും വളരെയധികം വന്നു. എന്നാൽ മുന്നോട്ട് പോകുവാൻ സാധിച്ചില്ല. കന്യകമാർ പിന്നെയും നല്ലതാണ്. കന്യക 100 ബ്രാഹ്മണരേക്കാൾ ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. കന്യക എന്നാൽ ആരാണോ 21 കുലത്തെ ഉദ്ധരിക്കുന്നത്, ജ്ഞാനത്തിൻ്റെ അമ്പെയ്യുന്നത്. ബാക്കി ആരാണോ ഗൃഹസ്ഥത്തിലിരിക്കുന്നത് അവരും BK ആണ്. മുന്നോട്ട് പോകുമ്പോൾ അവരുടെയും ബന്ധനം ഇല്ലാതാകും. സർവീസ് ചെയ്യേണ്ടതുണ്ടല്ലോ. സർവീസ് ചെയ്യുന്ന പല കുട്ടികളും ബാബ്ദാദയുടെ ഹൃദയത്തിൽ കയറിയിരിക്കുന്നു. അവർ ആയിരങ്ങളുടെ മംഗളം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള സർവീസുകളായ കുട്ടികളിൽ ആശീർവാദവും വന്നുകൊണ്ടിരിക്കും. അവർ ഹൃദയത്തിൽ കയറിയിരിക്കും. ആരാണോ ഹൃദയത്തിലുള്ളത് അവർ തന്നെയാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ബാബു പറയുന്നു, പരസ്പരം ഒത്തുചേർന്ന് എല്ലാവർക്കും മാർഗം കാണിച്ചു കൊടുക്കാനുള്ള യുക്തികൾ രചിച്ചുകൊണ്ടിരിക്കൂ. ചിത്രവും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പ്രാക്ടിക്കൽ കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പരംപിത പരമാത്മാവ് നിരാകാരമാണ്, അതും ബിന്ദുവാണ്. എന്നാൽ ആ ഒന്ന് നോളജ് ഫുള്ളാണ്, പതീത പാവനമാണ്. ആത്മാവും ബിന്ദുവാണ്. ഒരു കുട്ടി പിന്നെയും ചെറുതായിരിക്കും. അച്ഛനും കുട്ടികളും തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കുമല്ലോ. ഇക്കാലത്താണെങ്കിൽ 15 16 വയസ്സുള്ളവർ പോലും അച്ഛനാകുന്നു. എങ്കിൽ പോലും കുട്ടി അയാളേക്കാൾ ചെറുത് തന്നെയാണല്ലോ. ഇവിടെയുള്ള വണ്ടർ നോക്കൂ. ബാബയും ആത്മാവ്, കുട്ടിയും ആത്മാവ്. ആ ഒന്ന് സുപ്രീം ആത്മാവാണ്, നോളജ് ഫുള്ളാണ്. ബാക്കി എല്ലാവരും തൻ്റെ പഠനം അനുസരിച്ച് താഴ്ന്നതോ ഉയർന്നതോ ആയ പദവി നേടുന്നു. മുഴുവൻ ആധാരവും പഠനത്തിന്മേലാണ്. നല്ല കർമ്മം ചെയ്യുന്നതിലൂടെ ഉയർന്ന പദവി നേടുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനമുണ്ട്. സ്വർഗത്തിൽ കേവലം ഭാരതം മാത്രമാണ് ഉണ്ടായിരുന്നത്, മറ്റൊരു ഖണ്ഡവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയ ന്യൂ ഇന്ത്യയും തൻ്റെ സ്വർഗം കാണിക്കണം. ദ്വാരക എന്ന നാമമല്ല, ലക്ഷ്മി നാരായണന്റെ ഡിനാസ്റ്റിയുടെ രാജ്യം എന്നെഴുതണം. ബുദ്ധിയും പറയുന്നു, സത്യയുഗത്തിൽ ആദ്യം DT ഡിനാസ്റ്റിയുടെ രാജ്യമായിരിക്കും. അവരുടെ ഗ്രാമമുണ്ടാകും, ചെറിയ ചെറിയ പ്രദേശങ്ങളുണ്ടാകും. ഇതും വിചാരസാഗര മഥനം ചെയ്യണം. അതോടൊപ്പം ശിവ് ബാബയുമായി ബുദ്ധിയുടെ യോഗവും ചേർക്കണം. നമ്മൾ ഓർമ്മയിലൂടെ തന്നെയാണ് ചക്രവർത്തി പദവി നേടുന്നത്. ഓർമ്മയിലൂടെ തന്നെയാണ് തുരുമ്പ് മാറേണ്ടത്. ഇതിൽ തന്നെയാണ് മുഴുവൻ പ്രയത്നവുമുള്ളത്. പലരുടെയും ബുദ്ധി പുറത്ത് തിക്കും തിരക്കും കൊള്ളുന്നു, അതായത് അലയുന്നു. ഇവിടെ ഇരിക്കുമ്പോഴും മുഴുവൻ സമയവും ഓർമ്മയിലിരിക്കുവാൻ സാധിക്കുന്നില്ല. ബുദ്ധി മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നു. ഭക്തി മാർഗത്തിലും ഇങ്ങനെ ഉണ്ടാകുന്നു. ശ്രീകൃഷ്ണന്റെ ഭക്തി ചെയ്ത് ബുദ്ധി മറ്റു ഭാഗത്തേക്ക് പോകുന്നു. നൗദാ ഭക്തിയുള്ളവർ സാക്ഷാത്കാരത്തിന് വേണ്ടി വളരെ പ്രയത്നിക്കുന്നു. എത്ര മണിക്കൂർ ഇരിക്കുന്നു. കൃഷ്ണനല്ലാതെ മറ്റാരുടെയും ഓർമ്മ വരാതിരിക്കാൻ വളരെ പ്രയത്നമുണ്ട്. ഇതിൽ 8ൻ്റെയും പിന്നെ 16,108ൻ്റെയും മാലയുണ്ട്. അവരാണെങ്കിൽ ലക്ഷങ്ങളുടെ മാലയും കാണിക്കുന്നു. എന്നാൽ ജ്ഞാനമാർഗത്തിൻ്റെ മാല വളരെ മൂല്യമുള്ളതാണ്. ഭക്തിമാർഗത്തിൻ്റേത് മൂല്യം കുറഞ്ഞതാണ്. കാരണം ഇതിൽ ആത്മീയ പ്രയത്നമുണ്ട്. കൃഷ്ണനെ കണ്ട് സന്തോഷത്തിൽ നൃത്തമാടുന്നു. ഭക്തിയും ജ്ഞാനവും തമ്മിൽ രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ട്. കൃഷ്ണനെ ഓർമ്മിക്കുന്നതിലൂടെ തുരുമ്പ് മാറും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നില്ല. ഇവിടെ മനസ്സിലാക്കിക്കുന്നത് എത്രത്തോളം ബാബയെ ഓർമ്മിക്കുമോ അത്രയും പാപം നശിക്കും എന്നാണ്. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ യോഗബലത്തിലൂടെ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ഇത് ആർക്കും തന്നെ സ്വപ്നത്തിൽ പോലും ചിന്തയിൽ ഉണ്ടാകില്ല. ലക്ഷ്മി നാരായണൻ യുദ്ധമൊന്നും ചെയ്തിട്ടില്ല. വിശ്വത്തിൻ്റെ അധികാരി പിന്നെ എങ്ങനെയാണ് ആയത്? ഇത് കുട്ടികളായ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. ബാബു പറയുന്നു, യോഗബലത്തിലൂടെ നിങ്ങൾക്ക് രാജപദം ലഭിക്കും. പക്ഷേ ഭാഗ്യത്തിലില്ലെങ്കിൽ പുരുഷാർത്ഥമേ ചെയ്യില്ല, സർവീസബിൾ ആകുന്നില്ല.
ബാബ ഡയറക്ഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയെല്ലാം എക്സിബിഷൻ നടത്തൂ. ഏറ്റവും കുറഞ്ഞത് 150 മുതൽ 200 എക്സിബിഷനുകൾ ഒരു ദിവസത്തിൽ ഉണ്ടാകണം. ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിക്കൂ. എത്ര സെൻറ്റേഴ്സ് ഉണ്ടോ അത്രയും എക്സിബിഷൻ വേണം. ഓരോ സെൻറ്ററിലും എക്സിബിഷൻ നടക്കുമ്പോൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതും സഹജമാകും. സെൻറ്റേഴ്സും ദിനം പ്രതിദിനം വലുതായിക്കൊണ്ടിരിക്കും. അവിടെ ചിത്രങ്ങളും മറ്റും വയ്ക്കുവാൻ സാധിക്കണം. ചിത്രങ്ങളുടെയും കണ്ടുപിടുത്തം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. വൈകുണ്ഠത്തിൻ്റെ ചിത്രം, സുന്ദരമായ കൊട്ടാരങ്ങളും മറ്റുമുള്ള ഭാരതത്തിൻ്റേത് ഉണ്ടാക്കണം. മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനായി നല്ല നല്ല ചിത്രങ്ങൾ ഇറങ്ങും. വാനപ്രസ്ഥ അവസ്ഥയിലുള്ളവർ ചുറ്റി സഞ്ചരിക്കുമ്പോഴും സർവീസ് ചെയ്തുകൊണ്ടിരിക്കണം. ആരുടെ ഭാഗ്യം ഉദിക്കുമോ അവർ വരും. പല കുട്ടികളും കുകർമ്മം ചെയ്ത് തൻ്റെ അന്തസ്സ് ഇല്ലാതാക്കുന്നു. അപ്പോൾ യജ്ഞത്തിൻ്റെ അന്തസ്സ് കളയുകയാണ്. എങ്ങനെയുള്ള പെരുമാറ്റമാണോ അങ്ങനെയുള്ള പദവിയായിരിക്കും. ആരാണോ വളരെ പേർക്ക് സുഖം നൽകുന്നത് അവരുടെ പേരാണല്ലോ പാടപ്പെടുന്നത്. ഇപ്പോൾ സർവ ഗുണങ്ങളിലും സമ്പന്നം ആയിട്ടില്ലല്ലോ. ചിലരൊക്കെ വളരെ നന്നായി സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ളവരുടെ പേര് കേട്ട് ബാബ സന്തോഷിക്കുന്നു. സർവീസബിളായ കുട്ടികളെ കണ്ട് ബാബ സന്തോഷിക്കുമല്ലോ. നല്ല സർവീസിൽ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു. സെൻറ്റേഴ്സും തുറന്നുകൊണ്ടിരിക്കുന്നു. അതിലൂടെ ആയിരങ്ങളുടെ മംഗളമുണ്ടാകണം. അവയിലൂടെ പിന്നെ വളരെയധികം വന്നുകൊണ്ടിരിക്കും. ആരും സമ്പൂർണമായിട്ടില്ല. തെറ്റുകളും കുറച്ചൊക്കെ ഉണ്ടാകുന്നു. മായ വിടുന്നില്ല. എത്രത്തോളം സർവീസ് ചെയ്ത് തൻ്റെ ഉന്നതി ചെയ്യുമോ അത്രയും തന്നെ ഹൃദയത്തിൽ കയറും. അത്രയും തന്നെ ഉയർന്ന പദവി നേടും. പിന്നെ കൽപ്പകൽപ്പങ്ങളിൽ ഇങ്ങനെയുള്ള പദവി തന്നെ ഉണ്ടാകും. ശിവബാബയിൽ നിന്നും ഒന്നും ഒളിപ്പിക്കുവാൻ സാധിക്കില്ല. അന്തിമത്തിൽ ഓരോരുത്തർക്കും തൻ്റെ കർമ്മങ്ങളുടെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. പിന്നെ എന്തു ചെയ്യുവാൻ സാധിക്കും? പൊട്ടിക്കരയേണ്ടി വരും. അതിനാൽ ബാബ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. അന്തിമത്തിൽ ശിക്ഷയുടെ പങ്കുകാരനാവുകയും പശ്ചാത്തപിക്കേണ്ടി വരികയും ചെയ്യും വിധത്തിലുള്ള ഒരു കർമ്മവും ചെയ്യാതിരിക്കൂ. എന്നാൽ എത്ര തന്നെ മനസ്സിലാക്കിച്ചു കൊടുത്താലും ഭാഗ്യത്തിലില്ല എങ്കിൽ പുരുഷാർത്ഥമേ ചെയ്യില്ല. ഇക്കാലത്തെ മനുഷ്യർ ബാബയെ അറിയുന്നില്ല. ഭഗവാനെ ഓർമ്മിക്കുന്നു, എന്നാൽ അറിയുന്നില്ല. ആ ഒന്ന് പറയുന്നത് അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ ആ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സെക്കൻഡിൽ നിങ്ങൾക്ക് സത്യയോഗി സ്വരാജ്യത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു. ശിവബാബയുടെ നാമം എല്ലാവരും ഇഷ്ടപ്പെടുന്നുവല്ലോ. കുട്ടികൾക്കറിയാം ആ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സ്വർഗത്തിൻ്റെ സമ്പത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ശരി, മധുരമധുരമായ സിക്കില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തൻ്റെ പെരുമാറ്റത്തിലൂടെ ബാബയുടെയും യജ്ഞത്തിൻ്റെയും പേര് പ്രശസ്തമാക്കണം. ബാബയുടെ അന്തസ്സ് പോകും വിധത്തിലുള്ള ഒരു കർമ്മവും ഉണ്ടാകരുത്. സർവീസിലൂടെ തൻ്റെ ഭാഗ്യം സ്വയം ഉണ്ടാക്കണം. ബാബയ്ക്ക് സമാനം മംഗളകാരിയായി സർവരുടെയും ആശീർവാദം നേടി മുന്നിലുള്ള നമ്പർ എടുക്കണം. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ട് കമലപുഷ്പ സമാനം ഇരിക്കുന്നതിൻ്റെ നല്ല ധൈര്യം കാണിക്കണം. വരദാനം: സദോ പ്രധാന സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് സദാ സുഖശാന്തിയുടെ അനുഭൂതി ചെയ്യുന്ന ഡബിൾ അഹിംസകനായി ഭവിക്കട്ടെ. സദാ തൻ്റെ സദോപ്രധാന സംസ്കാരങ്ങളിൽ സ്ഥിതി ചെയ്ത് സുഖശാന്തിയുടെ അനുഭൂതി ചെയ്യുക. ഇതുതന്നെയാണ് സത്യമായ അഹിംസ. ഹിംസ എന്നാൽ ഏതിലൂടെയാണോ ദുഃഖത്തിൻ്റെയും അശാന്തിയുടെയും പ്രാപ്തി ഉണ്ടാകുന്നത്
അപ്പോൾ ചെക്ക് ചെയ്യൂ, മുഴുവൻ ദിവസത്തിലും ഏതെങ്കിലും പ്രകാരത്തിലുള്ള ഹിംസ ചെയ്യുന്നില്ലല്ലോ. അഥവാ ഏതെങ്കിലും വാക്കിലൂടെ ആരുടെയെങ്കിലും സ്ഥിതിയെ ചഞ്ചലമാക്കുകയാണെങ്കിൽ ഇതും ഹിംസയാണ്. അഥവാ തൻ്റെ സതോപ്രധാന സംസ്കാരങ്ങളെ അമർത്തി മറ്റ് സംസ്കാരങ്ങളെ പ്രാക്ടിക്കലിൽ കൊണ്ടുവരുന്നുവെങ്കിൽ ഇതും ഹിംസയാണ്. അതിനാൽ മഹീനതയിലേക്ക് പോയി മഹാൻ ആത്മാവാണ് എന്ന സ്മൃതിയിലൂടെ ഡബിൾ അഹിംസകൻ ആകൂ. സ്ലോഗൻ: സത്യത്തിൻ്റെ കൂടെ അസത്യം മിക്സ് ആകുന്ന നിമിഷം തന്നെ സന്തോഷം അപ്രത്യക്ഷമാകും. അവ്യക്ത സൂചന: മഹാൻ ആകുന്നതിനായി മധുരതയുടെയും വിനയത്തിൻ്റെയും ഗുണം ധാരണ ചെയ്യൂ. താങ്കളുടെ ഓരോരോ വാക്കും അലൗകികം ആയിരിക്കട്ടെ, ഫരിസ്തകൾക്ക് സമാനം ആകട്ടെ. ഓരോ വാക്കും മധുരമാകട്ടെ. ഈ കാര്യത്തിന്മേൽ ഇപ്പോൾ അണ്ടർലൈൻ ചെയ്യൂ. അപ്പോൾ പ്രത്യക്ഷത ഉണ്ടാകും. കാരണം ഇപ്പോൾ വരെയും വാക്കിൻ്റെ ശക്തി വ്യർത്ഥമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ വാക്കുകളിൽ ബാബയെ പ്രത്യക്ഷമാക്കുന്നതിനുള്ള ഏതൊരു മൂർച്ച അഥവാ ശക്തിയാണോ ഉണ്ടായിരിക്കേണ്ടത് അത് കുറവാണ്. വാക്കുകളെ വ്യർത്ഥത്തിൽ നിന്നും സംരക്ഷിക്കൂ. അപ്പോൾ ബാബയെ പ്രത്യക്ഷമാക്കുന്നതിൻ്റെ ശബ്ദം ഉച്ചത്തിലാകും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ശാന്തി സാഗരമായ ബാബയുമായി കമ്പൈൻഡായി ഇരിക്കുമ്പോൾ ഞാൻ മാസ്റ്റർ ശാന്തി സാഗരമായി മാറുന്നു. ഈ അവസ്ഥയിൽ എൻ്റെ ചിത്തം പരിപൂർണ ശാന്തതയിലാണ്. എൻ്റെ വൃത്തി ആത്മീയവും ശക്തിശാലിയുമാണ്. ഞാൻ ശാന്തിയുടെ അവതാരമായി മാറുന്നു. ശാന്തിയുടെ സാഗരമായ ബാബയുമായി കമ്പൈൻഡ് ആയിരുന്ന ശാന്തിയുടെ വൈബ്രേഷൻസ് വിശ്വത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. इसी में शांति की छाया है, इसी में सुख की धूप है। कल्प कल्प के भाग्य भवन की ये आधारशिला, जिसकी सुगंध से जीवन